ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായ വ്ളോഗ്സ്. നമ്മൾ ഉച്ച സമയത്ത് ഇറങ്ങാണ്. പുടു അമ്മാമ്മയും കൂടി പോകുന്ന ഒരു ലഞ്ചാണ്. ഓക്കെ, അകത്ത് അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു ലഞ്ചിന് പുറത്തോട്ട് പോവുകയാണ്. അതായത് താജ് വിവാന്ത അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ലഞ്ചിന്. കൊങ്കൺ ഫെസ്റ്റാണ് അവരുടെ, അതായത് കൊങ്കൺ ഡിഷസിൻ്റെ താലി മീൽസ്. അപ്പോൾ പുടുവിന് യമ്മി ഫുഡ് കഴിക്കണം. ഓക്കെ, കയറിക്കമ്മ. സോ വി ആർ ഗോയിങ് ഫോർ അവർ ലഞ്ച്. വിവാന്തയിലേക്ക് പോകാം. കൂടെ വരും സബിതയും സഹായികൾ രണ്ടുപേരുണ്ട്. ഓക്കെ, ഹലോ ഹലോ. അപ്പോൾ നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ പോകണം. അപ്പോൾ അനുക്കുട്ടിക്ക് ഇന്ന് കുറച്ച് ബിസി. അനുക്കുട്ടി വരുന്നില്ല, അപ്പൂപ്പനും വരുന്നില്ല. അപ്പൂപ്പന് ഫുഡ് വീട്ടിലുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഒരു ദിവസമാണ് ആക്ച്വലി കിട്ടിയത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് താലി മീൽസാണ്, കൊങ്കൺ സ്റ്റൈലാണ്. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മാംഗ്ലൂരൊക്കെ പോയി കുറച്ച് മാംഗ്ലൂർ ഡിഷസ് എല്ലാം കഴിച്ചിങ്ങനെ ദക്ഷിണ കർണാടക ഭാഗത്ത്, കോസ്റ്റൽ കർണാടക വിഭവങ്ങൾ കഴിച്ചിരിക്കുമല്ലേ. അപ്പോൾ ഒരു ചേഞ്ച്, അപ്പോൾ ഒരു കൊങ്കൺ സ്റ്റൈൽ കഴിക്കാം. കൊങ്കൺ മഹാരാഷ്ട്ര സ്റ്റൈലായിരിക്കും അത്. താലി മീൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ പുടുവിന് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ പുറത്തോട്ട് പോകണം. അപ്പോൾ പുടുവിനെയും കൂടി ഈ ഒരു ലഞ്ചിന് നമ്മളെല്ലാവരും കൂടി പോകാൻ വിചാരിച്ചു. പുടു ഗുഡി ഗേൾ ആയിരിക്കണം കേട്ടോ. യു ഷുഡ് ബി എ ഗുഡി ഗേൾ. പുടു വിൽ ബി എ ഗുഡി ഗേൾ. Okay, tell me. Yes. Okay, we want to എത്തിക്കഴിഞ്ഞു. Yes. വാവ്, വാട്ടർ. അയ്യോ, ടച്ച് ചെയ്യല്ലേ, നോ ടച്ച്. ഉടുവിൻ്റെ ഉടുപ്പിലെല്ലാം. കം, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹലോ, പിന്നെ വാങ്ങിക്ക. ടേക്ക് ദിസ്. യെസ്, താങ്ക് യു. Okay, welcome. Bring this. Pudu. Excuse me, ma'am. Yes, please. ഇത് ഞങ്ങളുടെ ഹോട്ടലിലെ വെൽക്കം ഡ്രിങ്ക് ആണ്. ഓ, മനസ്സിലായി. എനിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ വേറൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. ഓക്കെ. ഓ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് അല്ലേ ഇപ്പോൾ കൊങ്കൺ സ്പെഷ്യൽ. നമ്മൾ എത്തിയിരിക്കുന്നത് മുരളിയുടെ മാനേജ് ബൈ താജ്, ദറ്റ് ഈസ് വിവാന്ത. അപ്പോൾ മുരളിയുടെ ഓൾ ഇൻ ഓൾ ആണ് ശ്രീ ജൽറാം, അദ്ദേഹത്തിൻ്റെ വൈഫാണ് മീര. നമ്മൾ പഴയ ഫാമിലി ഫ്രണ്ട്സാണ്. ആൻഡ് ഈ സ്ഥാപനത്തിൽ വിവാന്തയുടെ GM ആണ് ശ്രീ റാണ. ആൻഡ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഷെഫ് ഹിയർ. അനുരാഗ് അല്ലേ, അനുരാഗ് മോഹൻ നായർ. അപ്പോൾ എവിടെയാണ് സ്ഥലം? ഇൻ ആൻഡ് അറൗണ്ട് ട്രിവാൻഡ്രം ആണോ? ഓക്കെ. മഹാരാഷ്ട്ര, അതാണ് ഈ കൊങ്കൺ തീമിലേക്ക് പോയിരിക്കുന്നത് അല്ലേ. കോസ്റ്റൽ മഹാരാഷ്ട്രയുടെ അല്ലേ കൊങ്കൺ. അപ്പോൾ ഷെഫ് അത് എക്സ്പേർട്ടാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇവരുടെ ഇപ്പം നിങ്ങളുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊങ്കൺ തീംഡ് കോസ്റ്റൽ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ താലി മീൽസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഓ, വെരി ഗുഡ്. അലക്കാട്ട് ഉണ്ടാവും. ഓക്കെ. പുടുവിന് അവന് യമ്മി ഫുഡ് ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ ബേബി, കം. ബ്യൂട്ടിഫുൾ ഒരു ഡെക്കോറാണ്. ഫുൾ ബെല്ലാണ് മെയിൻ തീം അല്ലേ. ഇഷ്ടംപോലെ ബെൽ. വെസ്റ്റേൺ ഗാർഡ്സിന്റെ എൻഡാണ്. എൻഡിങ് അഗസ്ത്യർ അഗസ്ത്യ മുനി എൻഡ് ചെയ്തിട്ട് നിർത്തിക്കാം. ഓക്കെ. ഇത് നമ്മുടെ ട്രിവാൻഡ്രം സ്വാമി ക്ഷേത്രം, നമ്മുടെ കേരള കൾച്ചർ, കേരളത്തെ ഫുഡ്, ബാക്ക് വാട്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഓരോന്നും സ്റ്റാർട്ടിംഗ് ഫ്രം മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് കേരള, അങ്ങനെ 4 സ്ഥലങ്ങളുടെ ആർട്ട് ഫോംസ്. ഇപ്പോൾ ഡെക്കോർ ആ സ്റ്റൈലാണ് ഇതിനകത്ത് കംപ്ലീറ്റ്. പ്യുവർലി കൊങ്കൺ തീം. നിറയെ ബെൽസ്. ഇതുപോലും ബെല്ലാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ, ലൈറ്റ്സിന് പോലും കൊടുത്തിട്ടുണ്ട്. പ്ലസ് പോയിന്റ് വെച്ചാൽ താജിന്റെ 2 ഔട്ട്ലെറ്റ് ഉള്ളൂ. താജ് പ്രസിഡന്റ്, ദിസ് ഈസ് സെക്കൻഡ് ഔട്ട്ലെറ്റ്. കൊങ്കൺ ഇതിൻ്റെ കൊങ്കൺ കഫേ എന്ന് പറഞ്ഞ് 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് ട്രിവാൻഡ്രത്തുള്ള ഇതും വിവാന്തിയും, താജ് പ്രസിഡന്റ് മുംബൈയിൽ. ഓ, അത് ശരി. അപ്പോൾ ഇത് കഴിക്കാം. 20 years old ആണ്. അതിനുശേഷം ഈ ഔട്ട്ലെറ്റ്. ഓ, ദാറ്റ്സ് നൈസ്. കം ബേബി, സിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ കിച്ചണിലേക്ക് പോവാണ്. ഷെഫിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന് കാണാം, ഉണ്ടാക്കുന്ന ഇത്
കൂടെ വന്നു മടിക്കണ്ട. മീര നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരാണ്. As we have said that Konkan specialty ആയതുകൊണ്ട് അവ സിഗ്നേച്ചർ ഡിഷാണ് ഒരു കോറി ഗീ റോസ്റ്റും നീർദോശയും. ഓക്കെ ഓക്കെ. ഒരു കർണാടക കോസ്റ്റൽ ബേസ്ഡ് ഡിഷാണ്. സോ വി ആർ പ്ലാൻ ടു ഡു ദാറ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ താലി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു കോറി സുക്കി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ഒരു ഡ്രൈ ഡിഷാണ്. ഓക്കെ. സോ ദീസ് ആർ ദി 3 items that we are planned for showcasing today. And once it is finished, then we will be serving it to you as well. Oh, okay. Thank you. The feedbacks. പിന്നെന്താ, എന്തായാലും നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി പഠിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ ഈ ഗീ റോസ്റ്റും ഒക്കെ നമ്മൾ മാംഗ്ലൂർ സൈഡിലും ഒക്കെ വളരെ പോപ്പുലർ ആണല്ലോ. ദാറ്റ് ഇസ് കോസ്റ്റൽ കർണാടക. ഈ ആക്ച്വലി പറഞ്ഞാൽ കൊങ്കൺ മീൻസ് ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് മഹാരാഷ്ട്രയിലേക്ക് മെയിൻ ആയിട്ട് സ്ട്രെച്ച് വരുന്നത് ഫ്രം അലിബാഗ് ഇൻ മഹാരാഷ്ട്ര മുതൽ ടിൽ കാസർഗോഡ്. അപ്പൊ അത് ഈ ഭാഗവും കൂടെ ഒക്കെ കറങ്ങി വരും. കുറച്ചൊരു കവർ ചെയ്യുന്നുണ്ട്. അതായത് മാംഗ്ലൂർ ഡിഷസും കയറി വരുന്നുണ്ട് അല്ലേ? കോസ്റ്റൽ മാംഗ്ലൂർ. മാൽവാനി ഇസ് അഗൈൻ നൈസ്. വലിയ ഇതാണ്. നമ്മൾ കേരളത്തിലായതുകൊണ്ട് കാസർഗോഡ് അല്ലാതെ കുറച്ച് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് എപ്പോഴും ആ ഗസ്റ്റിന്റെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും. വി ഹാവ് ഫോക്കസ് മോർ ഓൺ ദി കോസ്റ്റൽ. അങ്ങനെ കോസ്റ്റൽ കർണാടകയും കോസ്റ്റൽ മഹാരാഷ്ട്രയും കൂടി ചേർന്ന് വരുന്ന ഒരു കോസ്റ്റൽ ബെൽറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഡിഷസാണ് നമ്മളിപ്പോൾ കാണുന്നത്. നീർദോശ വളരെ പോപ്പുലറാണ് ആ സൈഡിൽ. ഞാൻ ഈ ഇടയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ, ഉടുപ്പി ബാംഗ്ലൂർ കവർ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും നീർദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഗീ റോസ്റ്റ്, ചിക്കൻ ഗീ റോസ്റ്റ്, അങ്ങനത്തെ കാര്യം. വിൽ സീ. ഇതിപ്പോൾ നമ്മൾ ആദ്യം we are going to see. Before that, I would like to introduce നമ്മുടെ ഷെഫ് വിജയ് ആണ്. വിജയ് പണ്ട് താജ് പ്രസിഡന്റ് മുംബൈയിൽ ഉണ്ടായിരുന്നു. സോ അവിടുത്തെ കൊങ്കൺ കഫേയിലെ അംഗമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു അല്ലേ? ഓൾ ദ വേ ഫ്രം മുംബൈ. ഓക്കെ. മുംബൈ താജിൽ നിന്നാണ്. ബീയിങ് ഹിയർ ഇൻ മാർത്താണ്ഡം, അതുകൊണ്ട് he has accepted our request and came us to it became handy for us. അപ്പോൾ വിജയ് ആണ് is going to show us. So we will be preparing and I will be explaining. Okay, thank you. This is ബഡ്ഗി ചില്ലീസ്. ഇത് കർണാടകയുടെ സ്പെഷ്യലാണ്. ഇതാണ് ആ ഒരു ഗീ റോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാര്യം ആ കളറും ആ ഒരു സ്പൈസിനെസ്സും ഒക്കെ കൊടുക്കുന്ന ബഡ്ഗി ചില്ലീസ്. പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചില്ലി പേസ്റ്റ് ചെയ്യുക, തലേ ദിവസം കുതിർത്തിട്ട് അരച്ചിട്ട് രാവിലെ പിറ്റേ ദിവസം അത് എണ്ണയിൽ സോട്ട് ചെയ്ത് കറിവേപ്പിലയും ചേർത്തിട്ട്. പിന്നെ ഇപ്പോൾ ഇത് ഫസ്റ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ചിക്കൻ ചുക്ക. ഓക്കെ. ചിക്കൻ ചുക്ക നമുക്ക് കൊങ്കണിലും ഏതാ കോസ്റ്റൽ ബെൽറ്റിലെല്ലാം ഉണ്ട്. ദാറ്റ് ഇസ് മാംഗ്ലൂരിലുണ്ട്, ഉടുപ്പിയിലുണ്ട്. മാൽവാനി സ്റ്റൈൽ. ഓക്കെ. ചിക്കൻ ചുക്ക കാണാം. അപ്പോൾ ആദ്യം കുറച്ച് ഗാർലിക് ഓയിൽ ഏത് ന്യൂട്രൽ ഓയിൽ ആണെങ്കിലും ഓക്കെ ആണല്ലോ അല്ലേ? സൺഫ്ലവർ ഓയിൽ. ഓക്കെ. ഒലിവ് ഓയിൽ. ഓക്കെ. പിന്നെ മഹാരാഷ്ട്രൻ ഡിഷ് ആയതുകൊണ്ട് ഈവൻ പീനട്ട് ഓയിൽ. യെസ്. ഫൈൻലി ചോപ്ഡ് ആണ് ഗാർലിക്. കുറച്ച് പച്ചമുളക്, ഗ്രീൻ ചില്ലീസ്. യെസ്. കുറച്ച് ചോപ്ഡ് ഓണിയൻസ്. ഓക്കെ. ഇതിപ്പോൾ എത്ര കോഴിയിലാണ് ചെയ്യാൻ പോണത്? എത്ര ക്വാണ്ടിറ്റി? ഒരു പോർഷൻ. ഓക്കെ. 250 ഗ്രാം ചിക്കൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും. അപ്പോൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, ഏകദേശം 1/4 ടീസ്പൂൺ. ഗരം മസാല. ഓക്കെ. വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ജസ്റ്റ് ഒരു സോട്ടിങ് കുറച്ച് വയ്ക്കാം. തീ വെച്ചിട്ട് കുറച്ചിട്ട്. ഇനി ചിക്കൻ്റെ പീസസ് ഒരു 250 ഗ്രാംസ് ഉണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ്. ഇതൊരു പോർഷനാണ് ചെയ്യുന്നത്. ബോൺലെസ്. ഓക്കെ. ലെഗ് പാർട്ടാണ്. അതാകുമ്പോൾ സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ബോൺലെസ് ചെയ്യുമ്പോൾ എപ്പോഴും ലെഗ് പാർട്ടാണ് നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതൊരു 200-210 അതിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ. ഈ മസാലയിൽ കിടന്നിട്ട് അത് വേഗം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് വേവിക്കുന്നു. ഓക്കെ. അത് വെന്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ഇടുന്നത് നോക്കാം. ഇതിനി ഒരു പൗഡർ അല്ലേ ഷെഫ്? ഇത് ദാറ്റ് ഈസ് ഇതിൽ ചേർക്കുന്ന തേങ്ങ, പെരിഞ്ചീരകം, മല്ലി, പെപ്പർ, ജീരകം, നോർമൽ ജീരകം അല്ലേ? ഓക്കെ. ക്യുമിൻ സീഡ് ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് ജസ്റ്റ് അങ്ങനെ ഭയങ്കര ബ്രൗൺ അല്ല,
അതിന്റെ ഒരു വാട്ടർ കണ്ടന്റ് മാത്രം പോയാൽ മതി അല്ലേ? കുറച്ചൊരു പച്ചമണം മാറി അത്രേ ഉള്ളൂ. അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും? ഇതിപ്പോ എത്ര ഇടും ഇതിലിപ്പോ നമ്മള് ഒരു 1.5 സ്പൂൺ അത്രേ ഇടുള്ളൂ അല്ലേ? ഓക്കെ, ഇതിപ്പോ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിരിക്കുന്നത് കോട്ടിങ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഏകദേശം ഒരു പ്രൊപ്പോർഷൻ നോക്കി ഇട്ടാൽ മതി. ഓക്കെ, അത് ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് ഇതിലേക്ക് ഇടും. ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. അതായത് ഈ ചിക്കന് കോട്ടിങ് കിട്ടണം, അത്രേ ഉള്ളൂ. അതെ, കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും. യെസ്, ഇനി എന്തെങ്കിലും ചേർക്കണ്ടോ? ആ, കുറച്ച് കറിവേപ്പില ഇട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സുക്ക ഇസ് റെഡി, ചിക്കൻ സുക്ക. ഓക്കെ, ഇനി ഇത് പ്ലേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദിസ് 1 പോർഷൻ അല്ലേ? സോ പ്ലേറ്റിംഗ്. ഓക്കെ, അങ്ങനെ അടിപൊളി, സൂപ്പർ, എളുപ്പത്തിൽ അല്ലേ? എന്താ നല്ലത്, പൊടി തന്നെ മേളിലിങ്ങനെ. ഓക്കെ, ആ തേങ്ങയുടെ പൗഡർ ജസ്റ്റ് ആ ഒരു ഗാർണിഷായിട്ട് അത് തന്നെ ഇടും. അതാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇസ് നീർദോശ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിയല്ലോ, സിമ്പിൾ റെസിപ്പി. ഓക്കെ, ഞാൻ അടുത്ത ഷെഫിൻ്റെ നീർദോശ കാണാം. സോഫ്റ്റ് ആണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീർദോശ. വളരെ വയറിനൊക്കെ ഭയങ്കര നല്ലതാണ്. സോഫ്റ്റ് ആണ്, ലൈറ്റ് റെസിപ്പി. ദാറ്റ് ഈസ് റൈസും വെള്ളത്തിൽ കുതിർത്തി സോഫ്റ്റ് റൈസ്, അതിൽ ലേശം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഓക്കെ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ പല വേർഷൻസ് ആൾക്കാർ ചെയ്യും. കാര്യം അതിൽ കുറച്ച് തേങ്ങ ഇട്ട് അരച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ച് ചോറ് ചേർത്തിട്ട് അരച്ച് ചെയ്യുന്നവരുണ്ട്, പല പല ആൾക്കാർ ചെയ്യും. പിന്നെ ഇതിന് തന്നെ നമുക്ക് അക്കംപനിമെന്റ് ആയിട്ട് കൊടുക്കാം. നമുക്ക് മെയിൻ ഡിഷ് ആയിട്ട് തന്നെ ഇത് നമുക്ക് സ്പ്രിംഗ് റോൾ ചെയ്യണ പോലെ കോസ്റ്റൽ സ്പ്രിംഗ് റോൾസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബേസ് ആണ് അത്. നല്ലൊരു ബേസ് ആണ്. വെരി ഗുഡ്. സോന മസൂരി റൈസിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് കുതിർത്തിട്ട് ആണ് അരയ്ക്കുന്നത്. ഇത് കുതിർത്തിട്ട് ഇത് നമ്മൾ ഓൾമോസ്റ്റ് മിനിമം 8 hours സോക്കിംഗ് വേണം. പിന്നെ അതിനുശേഷം അതിനെ സ്ട്രെയിൻ ചെയ്തതിനു ശേഷം വി ഗ്രൈൻഡ് ഇറ്റ് ടു എ ഫൈൻ പേസ്റ്റ്. നല്ല ഫൈൻ ആയിരിക്കും, കുറച്ച് പോലും തരിതരിപ്പ് വരാൻ പാടില്ല. അതിനുശേഷം വി വിൽ ആഡ്, ഇതിന് 3:1 റേഷ്യോയിലാണ് ഇതിനെ നമ്മൾ കലക്കി വെക്കുന്നത്. വെള്ളം നല്ല ലൂസ് ആയിരിക്കണം. 3:1 എന്ന് പറയുമ്പോൾ സ്പൂൺ പേസ്റ്റിന് നമ്മൾ 3 സ്പൂൺ വെള്ളം ഒഴിക്കും. അത്രയും ലൂസ് ആയിരിക്കണം. ഓക്കെ, അതിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. വെളിച്ചെണ്ണ, ഉപ്പും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. 3:1, അതായത് ഇതിപ്പോൾ 1 കപ്പ് മാവുണ്ടെങ്കിൽ ഇതിന് 3 കപ്പ് വെള്ളം. അപ്പോൾ ഇങ്ങനെ നല്ല എന്താ പറയുക, തേങ്ങാപ്പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്, 2-ാം പാലിൻ്റെ അല്ലേ? ആ ഒരു അതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും. ഇതാണ് ഇനി നീർദോശ. സോ സിമ്പിൾ. സോന മസൂരി റൈസ് ഓർമ്മിക്കുക. കല്ല് വെച്ചു. പിന്നെ ഇതിന്റെ ട്രഡീഷണൽ ആയിട്ട് കാസ്റ്റ് അയൺ ഒരു നീർദോശ പാനുണ്ട്. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾക്കിപ്പോൾ FSSAയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാസ്റ്റ് അയണും അലുമിനിയം യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാസ്റ്റ് അയൺ ഉപയോഗിക്കാൻ പറ്റില്ല. FSSA. അപ്പോൾ ഏതൊക്കെ പറ്റും? നമുക്ക് നോൺ സ്റ്റിക്ക് പറ്റും, ഇറ്റാലിയൻ പറ്റും, സ്റ്റെയിൻലെസ് സ്റ്റീൽ പറ്റും. ശരി. സോ നമ്മുടെ ബാക്കിയെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ, പിന്നെ നോൺ സ്റ്റിക്ക് പാൻ. അല്ലെങ്കിൽ നമുക്ക് കാസ്റ്റ് അയണിൽ ചെയ്യാം വീടുകളിലാണെങ്കിൽ. ഓക്കെ, നമുക്ക് ആ ഒരു കാസ്റ്റ് അയൺ അതൊരു ടിപ്പിക്കൽ ഒരു മാംഗ്ലൂരിയൻ ഈ 2 സൈഡ് പിടി, ചെറിയൊരു പിടിയുള്ളത് അല്ലേ? ഇങ്ങനെ ആക്കാനായിട്ട് ഹെവി ആയിരിക്കും. ഓക്കെ, അത് ഇപ്രാവശ്യം പോയപ്പോൾ വാങ്ങിക്കാരുതല്ലേ എനിക്ക്? മേ ബി നെക്സ്റ്റ് ടൈം. ഓക്കെ, യെസ്. കൂടാൻ പാടില്ല. അതെ, ചൂട് കുറയാനും പാടില്ല. അതാണ്, അത് ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഈ കല്ലിൻ്റെ ചൂട് നോക്കിക്കോളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഓടി പോവല്ലേ, സ്റ്റിക്ക് ചെയ്യാണ്ട്. സ്റ്റിക്ക് ചെയ്യാൻ വേണമല്ലോ, അതിൽ പറ്റി പിടിക്കും വേണം. അതെ 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 അതെ, നീർദോശ. പിന്നെ ഇത് അരച്ചു കഴിഞ്ഞിട്ട് ഇൻസ്റ്റന്റ് ആണോ കുറച്ചു നേരം വെക്കണോ? വിത്തിൻ 10 minutes you can do. ട്രഡീഷണലി ബാമ്പൂര് ഒരു സംഭവമുണ്ട്, ഒരു വീശരി പോലെ. അപ്പൊ അതിലോട്ട് ഈ ദോശ ഇട്ടിട്ട് 2 വീശിയിട്ടാണ് അവർ ട്രയാങ്കിൾ ചൂടോടെ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും. അതുകൊണ്ട് ഒന്ന് വീശിയിട്ടാണ് മടക്കുന്നത് അല്ലേ? പക്ഷെ ഇത് അരച്ചു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഉണ്ടാക്കാം. അവരുപയോഗിക്കുന്നുണ്ട്, അവരതാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അമ്പേമോർ, ദാറ്റ് റൈസ്, അത് അവരുടെ റൈസ്. അതാവുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിനകത്ത്
അതിനകത്ത് തന്നെ സോക്കായി കിട്ടും അല്ലേ? 1.5 hours ഓ ഓക്കെ. നമ്മളിവിടെ സോന മസൂരി ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് ടൈം. 8 hours. നമ്മൾ ബാസ്മതിയിൽ തന്നെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണമെങ്കിൽ 2.5 hours. അപ്പോൾ ഓരോ റൈസിന്റെ ഡിഫറൻസ് ആകുമ്പോൾ ഒരു മറ്റതാണ് നല്ലത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അവിടുത്തെ താജില് റൈസാണ് ഓക്കെ, അത് നമുക്ക് വരുത്താം. ഓൺലൈൻ കിട്ടുമായിരിക്കുമല്ലോ. ഇത് ട്രഡീഷണൽ ആയിട്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ? കൊങ്കൺ റീജിയനിലുള്ള ആൾക്കാർ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കെയിന് കുറച്ച് ചെറിയ പോർസ് ആയിട്ട് ഓക്കെ സോ ദോശ അടിച്ചിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 ഫ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിൽ തന്നെ ഒരു ട്രയാങ്കിൾ ആയിട്ട് മടക്കി ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. So now we are using this നമ്മുടെ റെസ്റ്റോറന്റിൽ പ്ലേറ്റിന്റെ അടിയിൽ വെക്കാൻ കവറായിട്ട് ട്രഡീഷണൽ ടച്ച് ചെയ്തിട്ടാണ്. ഇല്ല, ദിസ് ഇസ് ഹൗ ദേ ഡു ഇറ്റ് അല്ലേ? ഇങ്ങനെ 2 വീശും. അപ്പോൾ ആ ഒരു ആവി ഒന്ന് പോകാനായിട്ട് ആവി മാറും. എന്നിട്ട് ഫോൾഡ് ചെയ്യും. അപ്പോൾ തമ്മിൽ ഒട്ടാണ്ട് കിട്ടും ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ്. എന്നിട്ട് ഇതിൽ തന്നെ ഇവരിങ്ങനെ ചെയ്തേക്കും അല്ലേ? ഓ വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നീർദോശയുടെ സീക്രട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അടിപൊളിയായിട്ട്. This is chicken ghee roast. Yes. Kori ghee roast എന്നാണ് പറയുന്നത്. നമ്മളതിന് കോരി മീൻസ് ചിക്കൻ. ഓക്കെ. ഇത് തന്നെ പ്രോൺസിൽ ചെയ്യാം. ഏത് പിന്നെ പനീറിൽ ചെയ്യാം. പനീർ ഗീ റോസ്റ്റ് അങ്ങനെ. അപ്പോൾ ഇതൊരു ബേസിക് റെസിപ്പിയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നെയ്യിലാണ് കംപ്ലീറ്റ് സോട്ടിങ്. പിന്നെ ഈ ഒരു മുളക് തന്നെ വേണം നിർബന്ധമായിട്ട്. ഈ മുളകിൻ്റെ പേസ്റ്റ് അത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് അരച്ച സോട്ട് ചെയ്തെടുക്കുന്നതാണ് എണ്ണയിൽ. അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറ്റി ആ സാധനമാണ് എടുത്തത്. അതിൽ എണ്ണയുടെ അംശം എന്താ വെച്ചാൽ എണ്ണയിലാണ് വരട്ടി എടുത്തിരിക്കുന്നതാണ്. കറി ലീവ്സും കൂടെ ചേർത്ത് നെയ്യ് ഒഴിക്കും. ഇത് വരാനായിട്ട്. ഓക്കെ ഓക്കെ. നെയ്യും എണ്ണയും കൂടി ചേർത്ത് വരട്ടിയതാണ്. ഗീ ചൂടായി കറിവേപ്പിലയിടും. അതും അതായത് ഒരു മസാലയും ഇല്ലാതെ തന്നെ നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു ഐറ്റം. വിത്തൗട്ട് എനി അതർ സ്പൈസസ്, ജസ്റ്റ് ചില്ലി. ആ ചില്ലിയും ചിക്കനും കൂടെ വരുന്ന അതിൻ്റെ സ്റ്റോക്കിൽ വൈകുന്ന ആ ഒരു ടേസ്റ്റ്. അത്യാവശ്യം സ്പൈസി ഡിഷാണല്ലോ അല്ലേ? അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പേസ്റ്റാക്കി പേസ്റ്റ് തന്നെ ഡയറക്റ്റ് വഴട്ടാത്ത പേസ്റ്റ് തന്നെ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റി ചിക്കനും ഇട്ട് ടേസ്റ്റ് ആ ഒരു ഇതിറങ്ങും. ഓക്കെ ഓക്കെ. ഇതിപ്പോ ബോൺലെസ് തന്നെയാണ് ഇതും. ചില്ലി പേസ്റ്റിൽ തന്നെ ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കണം. സോൾട്ടും കൂടി ചേർക്കണം. സോൾട്ടും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമ്മൾ ആ ഒരു ജ്യൂസ് അത് ഇതിൽ തന്നെ നമ്മളങ്ങനെ സോട്ട് ചെയ്ത് അതിനെ ആ ജ്യൂസിൽ തന്നെ കടന്ന് വേവും. ഓ നൈസ്, അടിപൊളി. അപ്പൊ ഇത് ചെറിയ ലോ ഫ്ലെയിമിൽ അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ അടുപ്പ് മാറ്റി. ഇപ്പൊ ഇറ്റ്സ് ഓൾമോസ്റ്റ് കുക്ക്ഡ്. ഓക്കെ. കുറച്ചുകൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചു അല്ലേ? ഒരല്പം വെള്ളം ഒഴിച്ചു ഓക്കെ ഇളക്കി കൊടുക്കണം. ഓക്കെ ഓക്കെ. കറി അധികം ഗ്രേവി ഇല്ലാത്തതുകൊണ്ട്. ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ ആ ഗീയുടെ ഒരു മണം വരും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മണം. എക്സലൻറ്റ്. റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇപ്പം നമ്മൾ മാംഗ്ലൂർ ഉടുപ്പി സൈഡിൽ പോയാലും കൊങ്കൺ മഹാരാഷ്ട്ര റൂട്ടിലേക്ക് പോകുമ്പോഴും കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഗീ റോസ്റ്റ്. ഇത് ചിക്കൻ ഗീ റോസ്റ്റ്. ഈ മാൽവാനി സ്റ്റൈൽ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ? മാൽവാനി സ്റ്റൈൽ വരുമ്പോൾ ചിലവർ ഇതിൽ ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്, ഗാർലിക് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ. അവർക്കൊരു മസാല ഉണ്ട്, മാൽവാനി മസാല. അതെ അതെ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ദിസ് ഇസ് പ്യുവർ ഗീ റോസ്റ്റ്. അപ്പോൾ ഷെഫിൻ്റെ കിടിലം 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ വെരി എന്താ പറയുക, നമുക്കതൊരു ഭയങ്കര ഒരു ആ റെസിപ്പി കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. സോ താങ്ക് യു ഷെഫ്. താങ്ക് യു സോ മച്ച്. ചിക്കൻ ഗീ റോസ്റ്റ് ഒരു സ്പെഷ്യൽ മണം തന്നെ അല്ലേ? അത് വെരി നൈസ്. കറക്റ്റ് പ്രൊപ്പോർഷൻ, കറക്റ്റ് ഫ്ലെയിമിൽ ചെയ്താൽ എക്സാക്റ്റ് ഇതിൽ കിട്ടും. അതിൻ്റെ ടോപ്പിൽ
സോർട്ടഡ് കാഷ്യൂനട്ടും ഓക്കെ ഫിനിഷ് ചെയ്യും. ഓക്കെ കാഷ്യൂനട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ചില്ലി സ്പൈസി ആണെങ്കിൽ ആ സ്പൈസി ജസ്റ്റ് ഒന്ന് ബാലൻസ് വറുത്ത അണ്ടിപ്പരിപ്പും കുറച്ച് നെയ്യും മേളിൽ ഇങ്ങനെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്താണ് കൊടുക്കുന്നത്. നീർദോശ വിത്ത് ഗീ റോസ്റ്റാണ് പൊക്ക, പിന്നെ ട്രഡീഷണൽ കോംബോ. ഓക്കെ, ദിസ് ഇസ് അഗെയിൻ അവരുടെ തന്നെ വേറൊരു വഴിയാണ് നമ്മുടെ സുക്ക, ചിക്കൻ സുക്ക, ഡ്രൈ ഡിഷ്. ഇപ്പോൾ കിച്ചണിൽ നിന്നിറങ്ങി ഇനി നേരെ വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് പോകും. ഓക്കെ, അവിടെ പോയിട്ട് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഇവരുടെ താലിയാണല്ലോ അല്ലേ, കൊങ്കൺ താലി മീൽസ് കഴിക്കാം. അവള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഐസ്ക്രീമും ഗുഡ് ഗേൾ ഫ്രൈസും ജ്യൂസും ഒക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാൻ കിച്ചണിൽ നിന്ന് വരുന്നത് ഇവരുടെ രണ്ടാളുടെയും കൂടെ. വാ, അമ്മമ്മയ്ക്ക് തരുവാണോ ബേബി? ഓക്കെ, താങ്ക് യു. യമ്മി ഫുഡ്, ജ്യൂസ്, ഫ്രൈസ്. ഓ, എല്ലായി ഹാപ്പി. ഐസ്ക്രീം താലി ബേസ് ഒരു വെൽക്കം ഡ്രിങ്ക്. ഓക്കെ, വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഡു നോട്ട് എക്സ്പെക്ട് സ്വീറ്റ്. അത് കൊക്കം, കുറച്ച് സ്പൈസ്, കൊക്കും. ഓക്കെ, കടിയാണ്, കൊക്കും കടി. ഇതാണ് വെൽക്കം ഡ്രിങ്ക്. നമ്മുടെ ഒരു മോരിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ, കൊങ്കൺ വേർഷൻ. കൊക്കും ജ്യൂസാണ്. കുറച്ച് സ്പൈസി, പുളി. നമ്മൾ മോര് കുടിക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ. യു വോണ്ട് സ്പൈസി? നോ. മോൻ്റെ ചെയർ വന്നല്ലോ, എല്ലാ സംവിധാനവുമായി. ലൈക്ക് ഇറ്റ്. ഓക്കെ, അങ്ങനൊരു ടേസ്റ്റി കൊങ്കൺ സ്റ്റൈൽ താലി മീൽസ് കഴിക്കാൻ പോകണം നമ്മൾ. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊങ്കൺ സ്റ്റൈൽ ഡിഷസ് കഴിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തോ കേരളത്തിൽ വേറെ എവിടെയില്ല അല്ലേ, ഇവിടെ മാത്രമേ ഉള്ളൂ. വിവാന്ത, താജ് വിവാന്തയിൽ വന്നാലേ ഉള്ളൂ ട്രിവാൻഡ്രം എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയുകയാണ്. ബോംബെയിലുണ്ട് ഇവരുടെ തന്നെ താജിൽ. സോ കൊങ്കൺ ഫുഡ് എൻജോയ് ചെയ്യാനായിട്ടാണ്. കുടു, ലെറ്റ് മീ സീ, ഡിഡ് യു എൻജോയ് ദിസ്? യു ലൈക്ക് ഇറ്റ്? ഹാപ്പി? ഹാപ്പി ഗേൾ. കൊങ്കൺ താലി മീൽസ് ഇസ് റെഡി. ഇതിൽ എന്തൊക്കെയുണ്ട്? ഓ മൈ ഗോഡ്, നീർദോശ, ഫിഷ്. ഇനി ഷെഫിനെ വിളിക്കാം, അതൊക്കെ കറക്റ്റ് പേരുകൾ, എല്ലാത്തിൻ്റെയും പേര് കറക്റ്റ്. ഓക്കെ, ഓക്കെ, can you just explain? Yeah. So on the first we have here is our set curd that we make. Set curd, yeah. Make it homemade. Okay, homemade curd. And then we have the Malagi Chammandi. Malagi Chammandi. Green chili. Okay, Karnataka style pacha molaga. Then we have the mango pickle there. Yeah, this is the mango pickle. Okay, again Karnataka style. Okay. That is the prawn gassi we have. Prawn gassi, okay. Then that is the chicken sukke. Chicken sukke, okay. Then we have the puli rasam. Puli rasam, okay. Vartharicha sambar. Vartharicha sambar. Vattal kolambu. Ananas, narrow kosambari. So that kosambari, okay. Raw one. Yeah. That is mango, pineapple. And the naril means the coconut salad. Coconut, okay. Pineapple, kosambari salad. It's a salad, okay. Raw one. Pineapple and tenga. Okay. Katta payasam. Katta payasam. നമ്മുടെ അരവണ പോലെ. Okay. You say like katta payasam in that side? Katta payasam is there for Konkan style? Yes, ma'am. It's like, just like the aravana only. Oh, okay. We made it a little bit That's different. nice. And a big appalam. Surumai we have. Surumai, okay. Anjal, that is Nemin. Anjal, Surumai. And then we have is a nirdoshi. Nirdoshi. For the welcome drinks, we give the Kokum kadi. It's a coriander leaves, chili and kokum juice. Fresh kokum juice. ഇത് ഈ പാത്രത്തിലായതുകൊണ്ടാണ് കളർ കാണാത്ത, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു പേർപ്പിൾ കളറാണ്. നൈസ്. ക്യാൻ യു ഗിവ് എ ട്രാൻസ്പെറൻറ്റ് സ്മോൾ ഗ്ലാസ്? എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് പക്ഷേ ഭയങ്കര ക്യൂട്ടല്ലേ, എന്ത് നല്ലതല്ലേ. നമ്മുടെ ഈ ടെമ്പിളിലൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകണേ, ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ഒഴിക്കില്ല, അതുപോലെ നല്ല എല്ലാം തന്നെ നല്ല തിളങ്ങുന്ന തളികകളിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണേ. വാവ്, നൈസ്. സുറുമി, ദറ്റ് ഈസ് വിത്ത് അഞ്ചൽ ഫിഷ്. അഞ്ചൽ ഇപ്പം എനിക്ക് കുറച്ചൊക്കെ അറിയാം. അഞ്ചൽ അവിടെ പോയപ്പോൾ കുറച്ച് പഠിച്ചു. അഞ്ചൽ മീൻ, ദെമ്മീൻ, അങ്ങനെ കുറച്ച് ഭാഷയല്ല, അവരുടെ കുറച്ച് ഐറ്റംസ് മനസ്സിലായി. അപ്പോൾ ഇതാണ്, ഇത് തുടങ്ങുന്നത് എങ്ങനെ നോക്കിക്കോളൂ. ദിസ് ഇസ് ദ കൊക്കും. അതിൻ്റെ കളർ നോക്കിയേ. ഇതാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇതിൻ്റെ കോമ്പിനേഷനിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഇത് കൊക്കും ജ്യൂസും പിന്നെ പച്ചമുളകും മല്ലിയില എല്ലാം ചേർത്തിട്ട് വരുന്നതാണ്. കുറച്ച് സ്പൈസി ആയിട്ട്, പുളിയൊക്കെ ആയിട്ട് കൊക്കും. നമ്മൾ കണ്ടതാണ്, ഐക്കോണിക് ആയിട്ടാണ്, ഇവരുടെ സ്പെഷ്യലാണ് കൊങ്കൺ സ്റ്റൈലിലെ. ദറ്റ് ഈസ് ദ ഗീ റോസ്റ്റ്, കോരി ഗീ റോസ്റ്റ്. ദറ്റ് ഈസ് ദ കോഴി ഗീ റോസ്റ്റാണ്, ചിക്കൻ ഗീ റോസ്റ്റ്. ഇതിൻ്റെ കറക്റ്റ് കോംബോ ആണ് നമ്മുടെ നീർദോശ വിത്ത്, ഓ രക്ഷയില്ല. ഇതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, അടിപൊളി, രക്ഷയില്ല. ടു ഗുഡ്. ഇതാണ് അഞ്ചൽ സുറുമി ഫ്രൈ, അഞ്ചൽ തവ ഫ്രൈ. എന്താണ് അഞ്ചൽ എന്നൊക്കെ പറഞ്ഞു നെമ്മീൻ
നല്ല ഫ്രഷ്, വെരി ഫ്രഷ്, എക്സലൻറ്റ്, അടിപൊളി തവ ഫ്രൈ. അപ്പോൾ മസാല ടേസ്റ്റ് നന്നായി അറിയാൻ പറ്റും തവ ഫ്രൈ ആകുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ തവ ഫ്രൈ ഇഷ്ടം. ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് അറിയില്ല, ആ ഒരു സ്വാദ്. റിയൽ ഫിഷ്, അടിപൊളി ഫ്രഷ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് വരിക? അത് റൈസ് അല്ലേ? പിന്നെ ഇതിൽ റൈസ് ഉണ്ട്. ഞാനിപ്പോൾ റൈസ് എടുക്കാൻ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുച്ചാലുക്കി എന്ന് പറഞ്ഞ മാംഗ്ലൂർ സൈഡിലുള്ള അവരുടെ ഒരു മട്ട റൈസിന്റെ വെറൈറ്റിയാണ്. അത് ശരി, അവരുടെ തന്നെ ചുമന്ന റൈസിന്റെ ഒരു അവരുടെ വേരിയേഷൻ ആണ് ഗുച്ചാലുക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈസാണ് എന്താ എക്സാക്ട് പേര്? ഗുച്ചാലുക്കി എന്ന് പറഞ്ഞ റൈസ്. നമ്മുടെ മട്ട അരി പോലെ അവരുടെ ഇക്വലൻ്റ് ആയിട്ട് മാംഗ്ലൂർ സൈഡിൽ. ഇതാണ് ഗുച്ചാലുക്കി റൈസ്. നമ്മുടെ ചമ്പാവരി പോലെ ഇരിക്കും, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് മാംഗ്ലൂർ സൈഡിൽ കോസ്റ്റൽ കർണാടകയുടെയൊക്കെ സ്പെഷ്യലാണ്. ഇത് തന്നെയാണ് ഇവിടെ റൈസിനെ സെർവ് ചെയ്യുന്നത്. ഈ കറികൾക്ക് കറക്റ്റാണ്. പിന്നെ ഇത് ഇവരുടെ ടിപ്പിക്കലാണ്, കൊങ്കൺ കർണാടകയുടെ ഈ ഒരു പുളിരസം. പിന്നെ ഇവിടെ ആൾക്കാരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് സാമ്പാർ, വറുത്തരച്ച സാമ്പാർ ഈ ഒരു പിന്നെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് താലിയിൽ. പിന്നെ അതുപോലെ വത്തക്കുളമ്പും, അതും പെർ റിക്വസ്റ്റാണ്. തമിഴ്നാടിൻ്റെ ആണെങ്കിലും അത് ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ കച്ചുംബരി സാർ, ഇങ്ങനെ കുറേ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഒരു ടിപ്പിക്കലായിട്ടുള്ള കുറേ മാംഗ്ലൂരിയൻ ആ ഒരു കോസ്റ്റൽ കർണാടക കൊങ്കൺ ഡിഷസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ. അച്ചാറ്, ഗ്രീൻ ചില്ലി, അയ്യോ നല്ല സ്പൈസി, അടിപൊളി. അപ്പം നീർദോശയുടെ കോമ്പിനേഷൻ, നീർദോശ കോമ്പിനേഷൻസ് എല്ലാം കഴിച്ചിട്ട് പിന്നെ റൈസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ താലിയിൽ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ ഓഫറിംഗ് ഇറ്റ് ആസ് അൺലിമിറ്റഡ്. ഓക്കെ, ഇത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഏത് കറി തീർന്നാലും ഫില്ല് ചെയ്ത് തരും, റൈസ് എത്ര വേണമെങ്കിലും തരും, എത്ര നീർദോശ വേണമെങ്കിലും തരും. അൺലിമിറ്റഡ്. എന്താണ് ഇതിൻ്റെ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ? ഇപ്പം നമ്മൾ ഇനോഗ്രൽ ഓഫർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1199 ഓൾ ഇൻക്ലൂസീവ് ആയിട്ട്. That is 1199. All inclusive. ഓ ഓക്കെ, 1199 ഓൾ ഇൻക്ലൂസീവ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാർട്ടിംഗ് ഓഫർ, ഇനോഗ്രൽ ഓഫർ. പിന്നെ ഒരു 2-3 മാസത്തേക്ക് ഈ കൊങ്കൺ മീൽസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഓക്കെ, മസ്റ്റ് ട്രൈ ആണ്. വിവാന്ത, ടാച്ച് വിവാന്തയിൽ വന്നാൽ മതി. ഇത് എത്ര മണി തൊട്ടാണ് ഓപ്പൺ? ഉച്ചയ്ക്ക് ലഞ്ച് സ്റ്റാർട്ടിങ് ഫ്രം 12:30 to 3. ഓക്കെ, 12:30 to 3. ഓക്കെ. പിന്നെ ഈവനിങ് നമ്മുടെ 7 to 11. ഓക്കെ, So evening will be a la carte basis. a la carte basis. ലഞ്ച് മാത്രം. ലഞ്ച് മാത്രം. ഓക്കെ, നമ്മൾ റൈസിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, യെസ്, താങ്ക് യു. യെസ് മോനെ, ഗുച്ചാലുക്കി റൈസ്. നമ്മുടെ ടൊമാറ്റോ പോലെ തന്നെയാണ്, നോട്ട് മച്ച് ഡിഫറൻസ്. ഇതിലേക്ക് വേണമെങ്കിൽ അതെ അതെ കുറച്ച് സാമ്പാർ, വറുത്തരച്ച സാമ്പാർ. സൂപ്പർ. പ്രോൺ ഗാസി, പ്രോൺസ്. പ്രോൺ ഗാസിയുടെ ഗ്രേവിയും കണ്ടല്ലോ. And the beautiful fish fry. Tawa. That's curry. This is the chicken chukka. Chicken chukka. നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞത് യമ്മി യമ്മി ഫുഡ് കഴിക്കാം. എക്സ്ട്രാ വേണമെന്നാണ് ചോദിക്കുന്നത്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഇനിയും വേണോ ഇത് തന്നെ വളരെ കൂടുതലാണ്. ഇവരുടെ പുളിരസം സൂപ്പർ. പിന്നെയും നമ്മൾ ചോറ് കഴിച്ചു പോകും ആ പുളിരസം വരുമ്പോൾ. നമ്മുടെ മട്ടയരി കഴിക്കുന്ന പോലെയാണ്, കുറച്ചൊരു വലിയ ചോറാണ് തോന്നുന്നു, ലിറ്റിൽ മോർ. യെസ്, ഇതിൻ്റെ കൂടെ രാവിലെ അരി അപ്പളം കോമ്പിനേഷൻ.
പുളിരസം സൂപ്പർ കോമ്പിനേഷൻ. ഇനി ഞാൻ ഇത്ര ചോറ് കഴിക്കുന്നത് വിചാരിച്ചല്ല കേട്ടോ. ഫില്ലിങ് മൈ പ്ലേറ്റ്. ഇവരുടെ തന്നെ തൈര്. ഓ നോ, അടിപൊളി. സെറ്റ് കേർട്ട്. ഒരു ഫിനാലെ പോലെയാണത്. സൂപ്പർ. ആ മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാം അല്ലേ, പച്ചമുളകിൻ്റെ. വെരി നൈസ്. അപ്പോൾ കറക്റ്റ് കഴിക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യം കുക്കും വെച്ചിട്ടുള്ള ഡ്രിങ്ക്, സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ്. പിന്നെ നീർദോശ, ഗീ ചിക്കൻ കോമ്പിനേഷൻ, കോരി ഗീ റോസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ഫിഷുണ്ട്, ചിക്കൻ ചുക്കയുണ്ട്, ചോറ്, പിന്നെ ഈ കറികളെല്ലാം കറക്റ്റ് പാകത്തിന് പുളിയും നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയുണ്ട് തൈര്. വെരി നൈസ്. പൈനാപ്പിളും തേങ്ങയും മതിയല്ല. ഓ വെരി ടേസ്റ്റി. സൂപ്പർ. ഞാൻ ഓർഡറിലല്ല കഴിക്കുന്നത്, തോന്നിയ പോലെ കഴിക്കുന്നുണ്ട്. ബിക്കോസ് എനിക്ക് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറയണം. ഞാൻ വിശദമായിട്ട് കഴിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. പായസം അടിപൊളി, പക്ക. മറ്റേ അരവണ കാര്യമായിട്ട് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആസ്വദിച്ച് കഴിക്കുക, ഇവിടെ വന്നാൽ മതി കേട്ടോ. എക്സലൻ്റ് ആണ്, ഞാൻ വെറുതെ പറയുന്നല്ല. ഇറ്റ്സ് വെരി നൈസ്, വെരി നൈസ്. ഒരു മസ്റ്റ് ട്രൈ. ഓ യെസ്, പുടു ആനപ്പുറത്താണ്. ഓക്കെ, നൈസ് നൈസ്. ഇഷ്ടമായോ മോനെ? ഗുഡ്. ഓ ഇഷ്ടപ്പെട്ടു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, താഴെ ഇറങ്ങുമെന്നുള്ളതാണ് സംശയമല്ലേ. വാവ്. അപ്പോൾ നല്ലൊരു അടിപൊളി ലഞ്ചെല്ലാം കഴിഞ്ഞ്, ഇത് കറക്റ്റ് സ്പെഷ്യാലിറ്റിയാണ്. ഇത് കൊങ്കൺ കഫേ എന്ന് തന്നെ ഉണ്ട് ഇവിടെ. കറക്റ്റായിട്ട് എല്ലാ ഭാരവാഹികളും ഇവിടെ ഉണ്ട്. മീരയുടെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട്, ശ്രീ ജൽറാംസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. GM ഉണ്ട്, മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്, പിന്നെ ജൽറാം സാറുണ്ട്, ഭാര്യ മീര. ഇവർ രണ്ടും റെപ്രസെൻറ്റിങ് മുരളിയ ഗ്രൂപ്പ് അല്ലേ. ബാക്കി അവിടെ എല്ലാവരും താജ്. അപ്പോൾ താജ് വിവാന്തയുടെ ഈ ഒരു കൊങ്കൺ കഫേയിലെ സ്പെഷ്യാലിറ്റിയാണ് നമ്മളിന്ന് കഴിച്ച ലഞ്ച്. പിന്നെ ഇതെപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ കൊങ്കൺ താലിയും. ഓക്കെ, സോ ഇറ്റ്സ് എ മസ്റ്റ്. അത് ഡെയിലി ബേസിസ് ലഞ്ചിന് വരികയാണെങ്കിൽ കിട്ടും. അത് മസ്റ്റ് ട്രൈ ആണ്. പ്ലീസ് ടു കം, അത് നല്ലതായിരിക്കും. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, പോയിട്ട് വരട്ടെ. ഓക്കെ, പോയിട്ട്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുടു ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവരെ എല്ലാം വിളിച്ചിട്ട് പോകാം. പുടുവെ നോക്കിയിരിക്കുന്നത് എവിടെയാണ്? ഷീസ് എൻജോയിങ്. ഇവിടെ എല്ലാം ഓടി നടക്കുന്നത്. പുടുമോളെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. യെസ്, ഹൗസ്. We are going to our house. Okay, bye പറയും എല്ലാവർക്കും. ഒരു ബൈ. ഇന്ന് മോളുമായിട്ടൊരു ഡേ ഔട്ടാണ്. ബൈ. ഓക്കെ, ടേക്ക് ദ. ഓക്കെ, അവനാണ് കൈ കറക്റ്റ്. ഓക്കെ.